ഇപ്പോഴെന്തോ ചെയ്യേണ്ടു സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തിയുള്ള മഹൽശക്തി ദേവ അന്തിയുള്ള മഹൽശക്തി വായിക്കുമ്പോൾ തന്നെ സ്തുതി അതിലേക്കുള്ള തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും ബലവാനായ ദൈവം പുരാൻ പരിസ്ഥനായ നിറങ്ങളിൽ സ്തുതി വരുവാനിരിക്കുന്നതിനുമായി ദൈവമേ അങ്ങ് പരിസ്ഥനാകുന്നു ബലവാനെ അങ്ങ് പരിസ്ഥനാകുന്നു ആത്മനെയും പരിസ്ഥനാകുന്നു കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ അങ്ങ് പരിസ്ഥനാകുന്നു ബലവാനെ ആത്മനെയും പരിസ്ഥനാകുന്നു കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിസ്ഥനാകുന്നു ബലവാനെ ആത്മനെ പരിസ്ഥനാകുന്നു കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണം കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കർത്താവെ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി പാപികളാടിയാരോട് കരുണ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആവശ്യമുള്ള ആഹാരം പ്രകാരോടെ ക്ഷണിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് നന്മാർന്ന് മറിയുന്നു നീ സ്ത്രീകൾ വാഴ്ത്തപ്പെടാൻ വാഴ്ത്തപ്പെട്ടാൻ ഇത്രയും ദയുള്ള മാതാവെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടില്ലെന്നവർക്ക് രാജ്യദേവ മാതാവെ തൃപ്പാത്തുകൾ ഞങ്ങൾ അടുത്തു വരുന്നു സർവസ്വം പാത്ത് സമർപ്പിക്കും അതവിടെ തന്നെ എടുത്തുകയും നടത്തുകയും വായിക്കുമ്പോൾ തന്നെ സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹസമാധാനം ദൈവസുതനാമീശോ നൽകും സ്നേഹസാന്ത്വനം പാവനാത്മാവാം ദൈവം നൽകും സ്നേഹസന്ദേശം സ്നേഹസുവിശേഷം ഹല്ലേലൂയ 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 ഹല്ലേലൂയ
കുരിശിലെ സ്നേഹത്തിൻ ആഴങ്ങൾ തേടും അനവദ്യ സുന്ദര സന്ദേശം. അനുരഞ്ജനത്തിൻ ഗീതങ്ങൾ പാടും അനുപമ സ്നേഹത്തിൻ സുവിശേഷം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധബലി സഭയ്ക്ക് മുൻപേ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും
എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്. അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സമിതിയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനും ആയിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തന്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധാവിനെ അറിയാമെന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോക ജീവിതകാലത്തെ പ്രകാരം സംഭവിച്ചു. ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്ധ്യമായ നിന്റെ കഷ്ടാനുഭവത്തിന്റെയും ജീവദായകമായ നിന്റെ മരണത്തിന്റെയും രക്ഷാകരമായ നിന്റെ പുനരുത്ഥാനത്തിന്റെയും സ്മരണ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും വിശുദ്ധമായ നിന്റെ ബലിപീഠത്തിന് മുൻപാകെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ലഭിക്കുവാനും സത്യവിശ്വാസത്തോടെ നിന്നെക്കുറിച്ചുള്ള പ്രത്യാശയും നിദ്ര പ്രാപിച്ച് ഞങ്ങളുടെ മരിച്ചവർക്ക് നല്ല അനുസ്മരണ ഉണ്ടാകുവാനും വേണ്ടി രക്തരഹിതമായ ബലി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവങ്ങളുടെ പരിഹാരവും പാവങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവപ്രദനായ പരിശുദ്ധൻ, അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധ വിശ്വാസികളുമായ സകലവൈദ്യരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളും നീക്കും മനസ്സെല്ലുകളും പാപികളായ ദാസരുടെ യാഗം ശുദ്ധീകരിക്കുന്നവരാകുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും കാണപ്പെടുകയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനും വിശ്വസിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധർമാവിനും ഇപ്പോഴും എല്ലാ സമയത്തിനും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലമരിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലവെച്ചു നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
എന്നിവയും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്ത് വിശ്വാസംഭ്രാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ എത്തിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ ദൃക്കികളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി മുറിച്ച് നൽകിക്കൊണ്ട് ചെയ്തു. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുകയും അവമോചനത്തിൽ നിന്ന് ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം താഴ്ന്നതിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായി എടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് നിങ്ങളെല്ലാവരും വാങ്ങി ഇത് പാനം ചെയ്യുകയും ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുകയും പാപമോചനത്തിനും ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. കർത്താവേ, നിന്റെ രക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുവരും അവനവന്റെ പ്രവർത്തിക്കുന്നൊക്കെ പ്രതിഫലം കൊടുക്കുന്ന സർവജനമാരിടാത്ത ഒരുവനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സ്വയം വിടുകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും വലുതാപൂർവ്വം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയത്തിലൂടെ പ്രാർത്ഥിപ്പീ. നിങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധമായ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനെ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ വ്യക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീര രക്തം സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മശരീരങ്ങൾ പരിശുദ്ധമാകുകയും ഞങ്ങൾ നിത്യജീവനായി യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിരക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ നാല് ഭവനമുള്ള ദൈവത്തിന്റെ സഭകളെ ക്ഷണിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു വരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവൻ പിതാവുമായ മോറാനോ ബസേലിയോസ് കാർഡിനൽ ക്ലൈമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബിമോർ യൂസേബിയൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശിശന്മാർ ശമാശന്മാർ ധൈരായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പൂർണ്ണമായ ദീർഘായുസ്സം നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും നിരീക്ഷത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാനചിത്തരാക്കി തീർക്കണമേ. അസ്യാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരന്മാർ നവ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും ശ്ലൈകവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല ശരിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കേട്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായി സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവ്
കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോനെന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്നാൽ ശരീരികളായവരിൽ നിന്റെ ഏകോപത്തിനല്ലാതെ പാപരഹിതനായ കാര്യമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടെ അറിവോടുകൂടാതെ തിരുമുൻപിൽ ഞങ്ങളും അവരും ചെയ്തു പോകുന്ന പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മഹോന്നതാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വായുകളും അധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഇപ്പോൾ നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ധാരകമായിരിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും തോന്നൽക്കുള്ളതാകുന്നു. ഞങ്ങൾ നിന്റെ വിചാരം പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സ്നേഹിക്കുന്നേ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധരാസങ്ങളെ മുൻപ് കരുണയുടെ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലത്തുകരം നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധാത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു.
ഭാഗ്യം നീതിയർക്കും പരിശുദ്ധന്മാരെ നിങ്ങൾ മരമതിലുയരെ കർത്താവേ നാം ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായ ഒന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാവപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസനിലേക്ക് നിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലത്ത് കൈനീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകിയുടെ ആത്മധൈര്യത്തിനുമായി വിലയേറി നിന്റെ തിരുശരക്തങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സമൂഹത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിക്കുകയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മത്തിന്റെ കൃപ നാം എല്ലാവരും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകും. വിണ്ണിൻ നായകനാം തന്മാ
മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മയനീയനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിബിമാരാൽ ഭാഷിച്ചവനാ ശ്ലീഹരിൽ വന്നു വസിച്ചവനാ പരിശുദ്ധാത്മാ പുരുഷത്യാ സഭസുതരെ കാത്തിടട്ടെ. കാഴ്ചയിൽ നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ദൃഢത്തിന് കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭ്രമിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീവായ രക്ഷിതരും വിശുദ്ധമാമരീസിയാലും മുദ്രിതരുമേ. ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായ ഈ ദാസർ നിങ്ങളുടെ പ്രാർത്ഥനകളാക്കുകയും സമാധാനവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലേ പോവുകയും എന്നേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്റെ കടങ്ങളശേഷം നിൻ കൃപയാൽ മായിച്ചിടണമേ.
Sophia, my dear brothers and sisters in Jesus Christ, having celebrated the most important sacrament of the Holy Eucharist, we are going to receive John Thomas to the faith community, the sacrament of baptism. As we know, John is God's gift, not only to the family of Max and Sophia, not only to their larger family, but to our Christian community and to our world at large. So this sacrament is, first of all, a celebration of our gratitude and love. We tell God that we are thankful to Him for having given us this wonderful gift, the gift of life, the gift of the person of John Thomas. And this sacrament also has deeper meanings. We, as a faith community, today take up an additional responsibility as Christians, namely the responsibility of nurturing John Thomas as a child of God, as a Christian, as a Catholic member of the community. You know, soon we will see in the celebration of this sacrament, according to the Syro-Malankara Catholic rite, the godparents, the godfather, godmother, holds the hand of the child. First, the godfather will hold the left hand of the child with his left hand and will proclaim that I discard all that is evil from our life. Then he will hold the right hand of the child with his right hand and profess, I confess and I promise all that is good for this child and our child. The godfather is doing it in the name of the faith community. What does it mean? Today, for this child, we take up an additional responsibility of raising him up in a context where he can imbibe the Christian values. That's the meaning of the child baptism. Very often people, some other people of some other denominations may question us, why do you give child baptism? Why don't you wait till the child is grown up, become conscious of receiving the sacrament? No, we cannot wait till the age of 10, 12, 16, 8, 20. We have to prepare already now. It's our Christian responsibility, faith responsibility, to prepare a context for this child where this child can grow as a child of God. Because this child is born into a community where there is so much of evil. It is our responsibility to protect this child from all these evil influences. Baptism is such a beautiful symbol of our commitment. So the baptism is not only for the child, it's also for us. Today, Max and Sophia has an additional responsibility to set a beautiful example for this child. All that you do will have lasting impact in the formation, character formation of this child. Already by now. Already it was so in the womb of Sophia. So lasting is the influence of the parents, of the people around. So my dear brothers and sisters, let us celebrate this sacrament with this consciousness. Taking up all the seriousness that this sacrament demands from us. This child is God's gift to us, and we thank God by promising to God that we shall do our best to raise up this child as a child of God. And that's what we are going to do. And through this sacrament of baptism, this child is receiving a permanent sign of the Holy Spirit in his soul. And that's how he becomes a member of the Christian community. So let us celebrate this sacrament. Let us thank God. I take this opportunity to congratulate
Max and Sophia, all of you, dear and near ones, for this beautiful celebration. Thank you. ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവിനാലും സ്നാനം നൽകുവാൻ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവ്വം ഭരമേൽപ്പിച്ചു. ഈ ആധ്യാത്മിക പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനത്തിനായി എടുത്തു വന്നിരിക്കുന്ന ഇവന്റെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മധ്യസ്ഥതയാൽ രക്ഷ ലഭിക്കുകയും ഇവൻ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. മോറാൻ വാലുഹാൻ ലോൽമേ പൈതങ്ങളെ ഈശനു നൽകി ഹല്ലേലൂയ, സ്തുതി ബഹുമാനവും അങ്ങേക്കേകിൻ, ബഹുമതി തിരുനാമത്തിനു നൽകി ഹല്ലേലൂയ. തിരുഭവനത്തിൽ നാഥനെ വന്ദിപ്പിൻ, നാഥൻ ശബ്ദം വാരിധി മീരേ മേഘധ്വനി മഹിത ദൈവമുയർത്തി, തിരുവെള്ളത്തിൻ മീതെ നാഥൻ ഹല്ലേലൂയ. നാദമുയർന്നതി ഗംഭീരം ബാരക്കുമോ ശുഭഹോലാബോലബ്രോവൽ റൂഹോ കാദീശോ ോലം വാദാമിലവോലം വൽമീനാമേ. ഉന്നതങ്ങളിലുള്ള സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ദൈവോപദേശം സ്വീകരിക്കുന്ന ഈ ദാസനെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന്റെ വ്യക്തത ഗ്രഹിക്കുവാനായി ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരണകരമായ സകല പ്രവൃത്തികളും വെടിഞ്ഞ് ഇവൻ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനിടയാകണമേ. കർത്താവിനെ മേയിക്കുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. അവനെ കുറിച്ചുള്ള മെച്ചസ്ഥലങ്ങളിൽ വസിപ്പിക്കുന്നു. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ സ്നാനസിംഗാവൃതനായും ദൈവം തന്നെ. ശാന്തമായ ജലാശയത്തിലേക്ക് അവനെ നയിക്കുന്നു. അവന്റെ ആത്മാവിനെ തിരിച്ച് നീതിയുടെ പാതകളിൽ നടത്തുന്നു. ജനനം നൽകുന്നു. ശ്രോപ്പന്മാർക്കു വിശുദ്ധി കൊടുപ്പോൾ ജനമതുവാഴ്ത്തം സ്നാനാർത്ഥം വന്നു. ബാരക്കുമോ ശുഭഹോലാബോലബ്രോവൽ റൂഹോ കാദീശോ ോലം മാതാവിലവോലം വൽമീനാമേ. പാപാൽ ജീർണിച്ച ആദാമിൻ സുതരെ നീരാത്മാവാൽ ദൈവിക ശക്തിയാ നവമാക്കും താതനുമേകസുതനും റൂഹായ്ക്കും സ്തോത്രം. സ്തോമൻകാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനസ്സുരകീർത്തിയും എല്ലാ നേരോട് വിടാതെ അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. മഹനീയ ദിവ്യജ്ഞാനത്താൽ മാമോദീസ എന്ന കൂദാശ ഏർപ്പെടുത്തി തന്റെ ആത്മീയാചരണത്തെ ശുദ്ധീകരിച്ച അവണ്ണനീയ സത്യപ്രകാശമായവന് മാമോദീസയുടെ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാരക്കുമോർ പാപപ്പുതർച്ചയിൽ നിന്ന് ഞങ്ങളെ കൂട്ടിച്ചേർക്കുകയും തന്റെ വിശുദ്ധ കൽപ്പനകളുടെ ആചരണത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും ആധ്യാത്മികമായ ആലയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും രക്ഷയുടെ ജലപ്രവാഹത്തിലേക്കും
ജീവന്റെ ഉറവിലേക്കും ആകർഷിച്ചുകൊണ്ട് നിങ്ങൾ കുളിച്ചു വെടിപ്പുള്ളവരായി ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുവിനെന്ന് ജീവപ്രദമായ ശബ്ദത്താൽ പ്രസവിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ ശിവാനമ്പുരാനെ സ്വസംരക്ഷണത്തിനായി ജീവന്റെ മുദ്ര പ്രാപിക്കുവാൻ അടുത്തു വന്നിരിക്കുന്ന ഈ ദാസനെ നീ ആശീർവദിക്കണമേ. നിന്റെ ആലയിൽ ഇവനെ പ്രവേശിപ്പിച്ച് നിന്റെ ആചരണത്തിൽ ഇവനെ എണ്ണണമേ. തിരുമുഖശോഭ ഇവനിൽ പ്രതിബിംബിപ്പിക്കണമേ. ഇവനെ നിന്റെ ജനകന് പുത്രനാക്കി തീർക്കണമേ. വീണ്ടും ജനനത്തിന് ഇവനെ നീ യോഗ്യനാക്കണമേ. പഴയ മനുഷ്യനെ ഇവനിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. നാശമില്ലായ്മയുടെ വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ. ആശ്വാസകരവും ശാന്തവുമായ ജീവിതത്താൽ ശുഭമായ അന്ത്യത്തിനും ക്രൈസ്തവമായ പരിപൂർണതയ്ക്കും യോഗ്യനായി തീരുവാൻ ഇവനെ നല്ലവണ്ണം പരിപാലിച്ച് പൂർണ്ണപ്രായത്തിൽ എത്തിക്കണമേ. ഞങ്ങളും ഇവനും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിനോടുള്ള പരിഹാരവും പാവങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വിശുദ്ധ മാമോദീസായ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ദാസന് വേണ്ടി ഈ സുഗന്ധവും നിന്റെ ബഹുമാനമായ കരുണയുടെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. ഇവനെ നീ ജീവനിലേക്ക് മുദ്രകുത്തുകയും നിന്റെ ഭവനത്തിന് അവകാശിയാക്കുകയും ചെയ്യണമേ. ഇവൻ നിന്റെ വിശുദ്ധ കൽപ്പനകൾ ആദരിക്കുന്നവരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാറയ്ക്കുമോ പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു മിശിഹായിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശു മിശിഹായോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടുവാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മിശിഹ മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. ബാറയ്ക്കുമോ ദൈവത്തിന്റെ
ജീവനുള്ള വചനങ്ങൾ ആദ്യയോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന വിശുദ്ധ ലൂക്കോസും യോഹന്നാനും എഴുതിയ സുവിശേഷങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് താൻ ഇപ്രകാരം പഠിപ്പിച്ചു. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ മിശിഹ എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കണ്ടഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന വിശുദ്ധ സ്നേഹന്മാരൂതിയ ദൈവിക ശ്വാസം ഇവന് നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് ഇവനെ നീ ഒരുക്കുന്നതോടൊപ്പം വിഗ്രഹാരാധനയുടെ സകലാവശേഷിപ്പ് ഇവനിൽ നിന്ന് അകറ്റണമേ. വീണ്ടും ജന്മമാകുന്ന സ്നാനത്തിന് ഇവൻ അർഹനായി തീരുവാൻ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹ എന്ന നിന്റെ ഏകജാതൻ മുഖാന്തരം പാപമോചനത്തിന് ഇവനെ നീ യോഗ്യനാക്കണമേ. അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എല്ലാ സമയത്തിനും നീക്കും യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധരുടെയും തിരുനാമത്തിൽ ജോൺ തോമസ് നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. ദുഷ്ടാത്മാക്കളെയും ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവനെ നീ ശാസിക്കണമേ. വഞ്ചകാത്മാക്കളിൽ നിന്ന് നിന്റെ ഈ ദാസനെ നീ സ്വന്തനാക്കണമേ. അശുദ്ധർമാവെ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെടുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാൽ ഈ മകൻ പിശാചുകളുടെ വാസസ്ഥലമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാലയമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ ശബ്ദത്തിന് കീഴിൽ ഞാൻ അധീനപ്പെടുത്തുന്നു. അശുദ്ധർമാവെ, നീ ചേർത്ത് നിൽക്കരുത്. നിശേഷം വേഗത്തിൽ ഒഴിഞ്ഞു പോവുക. മാമോദീസ മുന്ന ജോൺ തോമസായ ഞാൻ സാത്താനെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെ കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുന്ന ജോൺ തോമസായ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെ കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു.
മാമോദീസ മുങ്ങുന്ന ജോൺ തോമസായ ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ സകല ദൂതന്മാരെയും നിന്റെ എല്ലാ വഞ്ചനയെയും നിന്നെ കുറിച്ചുള്ള എല്ലാ ഭയത്തെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ജോൺ തോമസായ ഞാൻ മിശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ജോൺ തോമസായ ഞാൻ മിശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ജോൺ തോമസായ ഞാൻ മിശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ പ്രവാചകന്മാർ, സ്ലീഹന്മാർ, പിതാക്കന്മാർ എന്നിവരിൽ കൂടി ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതിനും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഉത്തരണം പ്രലോകത്തെ പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും രക്ഷയ്ക്കും വേണ്ടി സുഖത്തിനും നൽകി വിശുദ്ധവുമായും ദൈവമാതാവായ മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് വീണ്ടും ജനത്താൽ പുത്രസ്വീകാരത്തിന് യോഗ്യനായി തീരുവാൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആനന്ദതൈലം കൊണ്ട് ജോൺ തോമസ് നിത്യജീവനിലേക്ക് ഉത്തരവിധപ്പെടുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എളിയ മാധ്യസ്ഥ മൂലം ഈ വെള്ളം ആധ്യാത്മികമായ ഉദരവും അനശ്വരതയെ വാർക്കുന്ന മൂശയുമായി തീരുവാൻ നിന്റെ പരിശുദ്ധന്മാരുടെ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ സ്നാനപ്പെടുന്ന ഈ ദാസനം നിന്റെ പ്രീതിയാലും നിന്റെ പുത്രന്റെ മനുഷ്യ സ്നേഹത്താലും പരിശുദ്ധന്മാവിന്റെ പ്രവർത്തനത്താലും ഇത് നാശമില്ലായ്മയുടെ ആധ്യാത്മിക വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപ നൽകണമേ. കേൾപ്പീൻ ജാതികളെല്ലാമേ, ഹല്ലേലൂയ. സലിലം യോഹന്നാൻ സ്നാനം നൽകാൻ മിശിഹാ സ്വസ്നാനത്താൽ പരിപാവനമാക്കി നീരിൽ നിന്ന് തീരത്തേറുമ്പോൾ മാനിച്ചൊരു പോൽ അവനിയും അമ്പരവും
രാവും പകലോൻ പരിമതികൾ കൂപ്പി മുകിലുകൾ സ്തുതി പാടി അവനീ ശുദ്ധീകരണാർത്ഥം വെള്ളത്തെ വാഴ്ത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക്കുമു ശുബഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ വിലവോലം പാദവിലവോലം വീണാവി ജീവൻ നൽകിയിടും നല്ലോരുറവ തുറക്കുന്നു ചിത്തം കനിവായതിനെ പരിപാവനമാക്കുന്നു പ്രിയസുതനിവനും മോരുകയായി താതൻ ശിരസു നമിച്ച് തതിൽ മുങ്ങി സൂനു പ്രാവിൻ വടിവിൽ റുക്കുദിശ തനയന്മേൽ വാൻ ജീവൻ ലോകത്തിനരുളും മഹിതത്വത്തിൽ ഹല്ലേലൂയ അഭയം ആചാര്യൻ മാമോദീസ തൊട്ടിതുറക്കുമ്പോൾ വാനിൽ ഈറേദൂതന്മാർ കൂറുന്ന ആശ്ചര്യം മൺമയനഗ്നി ജ്വാലോപരിൽ പോരാഹ്വാനം ചെയ്യുന്നൂറുമായി അവനോ സത്വരമുത്തരമായിഷ്ടം നിറവേറ്റി പാപ തിന്മോചനമേകാൻ പാവനമാക്കുന്നു ഹല്ലേലൂയ മാമോദീസായേ കുറിയേ നിർമ്മലമാക്കുന്നവനും സകല നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, കൃപാകടാക്ഷമുണ്ടായി വെള്ളത്തെ ശുദ്ധീകരിക്കണമേ. കുറിയേ രക്ഷിക്കപ്പെട്ട സഭയും അജഗണവും യോർദാൻ നദീ പ്രവാഹത്തിനരികെ നിന്നുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും അനുതാപൂർവ്വം അപേക്ഷിക്കുന്നു. കർത്താവേ, ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗ്ഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി മാമോദീസായുടെ വെള്ളത്തിന്മേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പീൻ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവാധിപതിയായ ദൈവമായ കർത്താവേ, ഇതിനെ ആശ്വാസത്തിന്റെ ജലവും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും ഉയർപ്പിനെയും ദൃഷ്ടാന്തീകരിക്കുന്ന ജലവും ശുദ്ധീകരണത്തിന്റെ ജലവുമാക്കി തീർക്കണമേ. ഇതിനെ ആത്മശല്യങ്ങളുടെ മാലിന്യം നീക്കിക്കളയുന്നതും ബന്ധനങ്ങൾ അഴിക്കുന്നതും പിഴകൾ മോചിക്കുന്നതും ആത്മശല്യങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമായ വെള്ളമാക്കി തീർക്കണമേ. ഇതിനെ വീണ്ടും ജനത്തിനുള്ള സ്നാനവും പുത്രസ്വീകാരത്തിന് നൽവരവും നാശമില്ലായ്മയുടെ വസ്ത്രവും പരിശുദ്ധന്മാരുടെ നവീകരണവുമാക്കി തീർക്കണമേ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു. കർത്താവേ, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. കർത്താവിന്റെ ശബ്ദം വെള്ളത്തിൽ മീതെ മഹത്വമുള്ള ദൈവം ഇടിമുഴക്കി
ഇറക്കി കർത്താവ് പെരുവെള്ളത്തിനീരേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പഴയ മനുഷ്യൻ നവീകരിക്കപ്പെടുവാൻ മാമോദീസയുടെ ഈ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും ജലവിശ്രുഹാടെയും തിരുനാമത്തിൽ ഞങ്ങൾ വിശുദ്ധാമൂറൻ ഒഴിക്കുന്നു. സംരക്ഷിക്കുവാനിടയാകണമേ. ഞങ്ങളിവരും നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധന്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ജനത്താൽ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള ദിവ്യ സ്നാന ജലമായി തീരുന്നതിനു വേണ്ടി ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ജീവനുള്ള പിതാവിന്റെ നാമത്തിലും ജീവനുള്ള പുത്രന്റെ നാമത്തിലും ജീവനുള്ള വിശുദ്ധാരൂഹായുടെ നാമത്തിലും ജീവന്റെയും പാപമോചനത്തിന്റെയും പ്രത്യാശയും പിതാവിന്റെയും പുത്രന്റെയും ജലവിശ്രുഹാടെയും തിരുനാമത്തിൽ ജോൺ തോമസ് നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. Sacraments of baptism, confirmation, and the Holy Communion together to the newly born child. So we have just given the sacrament of baptism to John Thomas. Now we have the sacrament of confirmation, followed by the sacrament of the Holy Communion. കർത്താവേ, മാമോദീസ മുഖാന്തരം ലഭിച്ച വിശ്വാസത്താൽ നിന്റെ ഭക്തരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഈ ദാസൻ നിന്റെ തിരുനാമത്തിൽ ഈ വിശുദ്ധ മുദ്രയും അടയാളം സ്വീകരിക്കുവാനിടയാകണമേ. മുഴുവൻ പരിമളവാസനയാകുന്ന ഈ മൂറോനാൽ ഇവൻ ആധ്യാത്മിക സുഗന്ധത്താൽ നിറയട്ടെ. പ്രതികൂല സൈന്യങ്ങൾക്ക് ഇവൻ വിധേയനായി തീരരുതേ.
ഇനിമേൽ ഇവൻ ദുഷ്പ്രഭുക്കളായ പിശാചുക്കളെയും അന്ധകാര ശക്തികളെയും ഭയപ്പെടാതിരിക്കട്ടെ. നിന്റെ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്നതിനും പ്രകാശത്തിന്റെ പുത്രനായി തീരുന്നതിനും നിന്നിൽ ജീവിച്ച് നിന്റെ പക്കൽ വന്നുചേരുന്നതിനും ഇടയാകണമേ. മിശിഹായുടെ പരിമളവാസനയും സത്യവിശ്വാസത്തിന് മുദ്രയും അടയാളവും പരിശുദ്ധാത്മാവിൽ വരെ പൂർണ്ണതയുമായി വിശുദ്ധപൂർവം കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധരുഹാടെയും തിരുനാമത്തിൽ നിത്യജീവനിലേക്ക് ജോൺ തോമസ് മുദ്രകുത്തപ്പെടുന്നു. കൃപയുടെ സ്നാനത്താൽ നിന്റെ ഹൃദയം ബലം പ്രാപിച്ച് പുഷ്ടിപ്പെടട്ടെ. ഒരു ജ്യോതിർഗോളം പോലെ നീ ലോകത്തിൽ വിളങ്ങട്ടെ. പരിശുദ്ധാത്മാവ് മുഖാന്തരം സ്വർഗീയ ശക്തി കൊണ്ട് നീ ബലം പ്രാപിക്കട്ടെ. വഞ്ചനാപരമായ മായാമോഹങ്ങളാൽ നാശം സംഭവിച്ച നമ്മുടെ പഴയ മനുഷ്യനെ നീ വെറുത്ത് അവനിൽ നിന്ന് പിന്തിരിയുക. അതുപോലെ അവിശ്വാസികളുമായി ഇടപെടുമ്പോൾ ജീവന്റെ വചനത്തെ അവലംബിക്കുക. വരുവാനിരിക്കുന്നതും വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ പുതിയ ജീവനിലേക്ക് ധൃതിയായി നീ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ധരിച്ചുകൊള്ളുക. മിശിഹായുടെ കൃപാബാഹുല്യത്തിനനുസരണം അവനോടുകൂടെ വാഴുന്നതിന് നീ യോഗ്യനായി തീരണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഈ ദാസനെ മഹത്വത്താലും പ്രഭയാലും കിരീടം ധരിപ്പിക്കണമേ. പിതാവുപുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, ഇവന്റെ ജീവിതം നിന്റെ കർത്തൃത്വത്തിനും തിരുനാമഹത്വത്തിനും പ്രീതികരവും അനുയോജ്യവുമായി തീരണമേ. പിതാവായ ദൈവം നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. വന്യനായ പുത്രൻ നിങ്ങളെ സംരക്ഷിക്കട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ പൂർണ്ണനാക്കുകയും ഉപദ്രവം നിന്ന് വിടുവിക്കുകയും ചെയ്യട്ടെ. നീ സ്വീകരിച്ച മാമോദീസ എന്നേക്ക് നിന്നിൽ വസിക്കട്ടെ. എന്നേക്ക് നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് നീ കൈക്കൊണ്ട വിശുദ്ധ മോനോനോടുകൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിന്നെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കനൽ കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസിക്ക് നൽകപ്പെടുന്നു. സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധന്മാരുടെ സംസർഗവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ ഉദാശകൾ സ്വീകരിച്ച ഈ ദൈവിക മകനോട് ഇപ്പോഴും നേരിട്ടുണ്ടാകും. God.
സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധി തൻ വെഞ്ചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തന്നങ്കണം പണിയണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. दो लफ्जों में ये बयां ना हो पाए. एक लड़का
हुए जुदा जब एक दूजे के लिए बने। तेरी मेरी मेरी तेरी प्रेम कहानी है मुश्किल, दो लफ्जों में ये बयां ना हो पाए। ചക്കരമാവിൻ കൊമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. തിരുവാതിര മഞ്ഞളയിൽ ധനുമാസ നിലാവലയിൽ മലനാടിനെ ഓർത്തു വിതുമ്പിയൊരീണം നീ പകരൂ. ചക്കരമാവിൻ കൊമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. വാങ്കുറുന്നിലമൂടും കുന്നിൻ്റെ മേലെ തിങ്കൾ തിടമ്പുയരുമ്പോൾ നീ പോയതെന്തേ? ആര്യൻ വിളയുമ്പോൾ ഇളവയിലും നിന്നുമ്പോൾ പറയാതെ എന്തേ നീ ഇതിലേ പോന്നു? ചക്കരമാവിൻ കൊമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. കാത്തരുളേണം ഭഗവാനേ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ. കാത്തരുളേണം ഭഗവാനേ കാനനവാസ മണികണ്ഠ, കഥനക്കടലിൽ നീന്തിടുമെന്നെ കരകേറ്റേണം ശാസ്താവേ. പൂമൂടും കാവുകൾ ദൂരെ മാടുന്നതില്ലേ, ഓളത്തിലേതോ പൂക്കൾ വീഴുന്നതില്ലേ, ഓർമ്മയിലൊരിടവഴിയിൽ കരിയിലകൾ വീഴവേ, മിഴിമയിലെന്തിനൊരി നീർക്കണം ചൂടിനി. ചക്കരമാവിൻ കൊമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ. തിരുവാതിര മഞ്ഞളയിൽ ധനുമാസ നിലാവലയിൽ മലനാടിനെ ഓർത്തു വിതുമ്പിയൊരീണം നീ പകരൂ. ചക്കരമാവിൻ കൊമ്പത്ത് കൊത്തിയിരിക്കണ തത്തമ്മേ, ഒരു പച്ചില കൊത്തി കാര്യം ചൊല്ലു കന്നി തത്തമ്മേ.